ഓട്ടോ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 2024 ടി വി എസ് എൻടോർക്കിൻ്റെ എക്സ്ട്രാ പവർ, അതെ XP എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക് മറക്കരുത്. അപ്പോൾ XPയിൽ എന്താണ് പുതിയതായിട്ട് വന്നേക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് വരും, ഓൺറോഡ് എന്ത് കോസ്റ്റ് വരും, അങ്ങനെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. 5 മിനിറ്റ് പോലും എടുക്കില്ല, അതിനുള്ളിൽ തന്നെ വീഡിയോ തീരുന്നതാണ്. സോ ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതുപോലെ റെഡിൽ സിൽവർ കളർ സ്റ്റിക്കർ ആയിരിക്കും വാഹനത്തിന് വരിക. അത് XP എക്സ്ട്രാ പവർ, കൂടുതൽ പവർ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ആ റെഡ് കളർ എടുത്ത് കാണിക്കുന്നതാണ്, അത് നമ്മുടെ മൈൻഡ് സെറ്റ് ആവാനായിട്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ എന്താ പറയുക, ഹെഡ്ലൈറ്റ്സ് വരുന്നത് DRLs ഉള്ള LED ലാംപ്സ് ആണ്. അലോയ് വീൽസ് വരുന്നത് റെഡ് കളർ, മാറ്റ് റെഡ് കളറുള്ള സ്പോർട്ടി 12 ഇഞ്ച് അലോയ് വീൽസ് ആണ് വാഹനത്തിന് കമ്പനി കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ ടെലസ്കോപ്പിക് ആണ്, അതുകൊണ്ട് ഡ്യുവൽ സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ വരുന്നത്. സോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും, അതുപോലെ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കുള്ളൂ വണ്ടി. ഒരിക്കലും പമ്പിലൊന്നും ചാടുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ഇതാണ് അതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള എൻടോർക്കിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് വരുന്നത്. ഒരു V ഷേപ്പിൽ, V എന്നല്ല T ആണ് ഉദ്ദേശിക്കുന്നത്. T ഷേപ്പിലുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരും, വൈറ്റ് ലൈറ്റിലുള്ള. പിന്നെ ഇതാണ് അതിൻ്റെ LED ഹെഡ്ലൈറ്റ്സ് വരുന്നത്. 4 സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ് ഈ സ്കൂട്ടറിന് TVS കമ്പനി കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ഇതാണ് ഇതിൻ്റെ സ്പോർട്ടി അലോയ് വീൽസ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ്, ഡ്യുവൽ കാലിപ്പർ വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് കണ്ട കാലിപ്പറാണ് ഗോൾഡൻ കളറിൽ വന്നേക്കുന്നത്. ഈ സ്പെഷ്യൽ മോഡലിൻ്റെ ഫുൾ ഗ്രാഫിക്സ് റെഡിൽ ബ്ലാക്ക് സ്റ്റിക്കർ, അതുപോലെ തന്നെ സിൽവർ സ്റ്റിക്കറൊക്കെ മിക്സ് ആയിട്ടുള്ള സ്പെഷ്യൽ ഗ്രാഫിക്സ് ആണ് ഈ കാണുന്നത്. പ്ലാറ്റ്ഫോമിൽ TVSൻ്റെ ബാഡ്ജിങ് വരും. പിന്നെ സീറ്റിൻ്റെ ലോവർ പോർഷനിലും ഇതുപോലെ ഫുൾ സിൽവർ എന്ന് പറയുന്നതിൻ്റെ താഴെ റേസ് എന്ന് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള റേസിംഗ് എഡിഷനാണല്ലോ മെയിൻ. ആ ടൈപ്പ് ഒരു സ്പെഷ്യൽ ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. മീറ്ററിൻ്റെ താഴെയും റേസ് XP എന്നുള്ള ഗ്രാഫിക്സ് വരും. അതിൻ്റെ സ്വിച്ചസ് എല്ലാം വെരി ഹൈ ക്വാളിറ്റിയാണ്. ആ കേസിൽ ഒരു കോംപ്രമൈസും കമ്പനി കൊടുത്തിട്ടില്ല. ഇതാണ് അതിൻ്റെ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ വരുന്നത് വാഹനത്തിൻ്റെ. ഇതതിൻ്റെ സ്വിച്ചസ് എല്ലാം വരുന്നത്. ഹസാർഡ് ലൈറ്റാണ് റെഡി കാണുന്നത്. പിന്നെ എന്താ പറയുക, സെൽഫ് ബട്ടണിൽ തന്നെ വോയിസ് കമാൻഡിൻ്റെ സപ്പോർട്ടുണ്ട്. ഏകദേശം 13ഓളം മോഡ്സ് ഉണ്ട്. മോഡ്സ് എന്ന് പറഞ്ഞാൽ അത് വർക്കിംഗ് ആണ്. ഇതിന് മുമ്പത്തെ എൻടോർക്കിൽ പറയുമ്പോൾ ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാത്രമേ വരുള്ളൂ. നമ്മളിതിൽ സ്പോർട്സ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ 10.2 ഇഞ്ച് BHP നമുക്ക് ആക്ച്വലി വണ്ടിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രത്യേകത ഉണ്ട് വെച്ചാൽ ഒത്തിരി കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി പവർ ഫീൽ ചെയ്യാം, അല്ലാതെ ഡിസ്പ്ലേയിൽ വെറുതെ ഞെക്കി പവർ എന്താ പറയുക, ആ മോഡ് മാറ്റാലല്ല, ആക്ച്വലായിട്ട് നമുക്ക് പവർ ഫീൽ ചെയ്യാം. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വീണ്ടും എടുത്ത് പറയുന്നത്. വളരെയധികം റെക്കമെൻഡ് ചെയ്യാവുന്ന, ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആളുകൾക്കൊക്കെ വളരെ റെക്കമെൻഡ് ചെയ്യാവുന്ന നല്ലൊരു സൂപ്പർ പവർഫുൾ വണ്ടിയാണ്. ഏകദേശം 9 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഫ്യൂൽ ഫില്ലിംഗ് എക്സ്റ്റേണലാണ്, നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഡാർക്ക് ബ്രൗണിലുള്ള നല്ലൊരു അപ്പോസിറ്റ് വരുന്നു. പിന്നെ സ്പോർട്ടി മോഡലായതുകൊണ്ട് ഒരു റെഡ് സ്റ്റിച്ചിങ് വാഹനത്തിന് വരും. ഇതാണ് ട്രഡീഷണൽ കീ വരുന്നത്. നമ്മൾ കീ ലിറ്റർ ഇടത്ത സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആവും. ഇടത്ത സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂൽ ഗേജ് ഓപ്പൺ ആവും. വലത്തെ സൈഡിൽ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതും വരും, സീറ്റും ഓപ്പണായി വരുന്നത്. ഇതാണ് അതിൻ്റെ സീറ്റിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഫ്യൂൽ ഫില്ലിങ്ങും എക്സ്റ്റേണലാണ്. ഏകദേശം ഒരു 40-45 റേഞ്ച് ഫ്യൂൽ എഫിഷ്യൻസി, അതായത് മൈലേജ് നമുക്ക് കിട്ടും. സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു റിയർ ഗ്രാബ് ലൈനാണ് വാഹനത്തിന് വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റ്സ് വന്നത്. LED ടെയിൽ ലൈറ്റ്സ് ആണ്. ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സിൻ്റെ സെയിം ഫ്രണ്ടിലെ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് ഡിസൈനാണ്. എയർ കൂൾഡ് എഞ്ചിനാണ്. ഹസാർഡ് ലൈറ്റ്സ് 10.4 ബ്ലാക്ക് കളറിൽ നല്ല വലിപ്പമുള്ള വരുന്നത്. അടിപൊളി 8 ഡിഫറെൻറ്റ് റൈഡിംഗ് മോഡ്സ് ഈ വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. റൈഡിംഗ് മോഡ്സ് തന്നെയാണ്. സെയിം 12 ഇഞ്ച് കമ്പനി ആക്ച്വലി ആണ് വാഹനത്തിന് ഫീൽ ചെയ്യും. അത് ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈമാണ് ഒരു സ്കൂട്ടറിൽ വരുന്നത്. ആക്ച്വലി നല്ലൊരു പേരെടുത്ത് തികച്ചു വിളിക്കാവുന്ന ഒരു റേസിംഗ് സ്കൂട്ടർ തന്നെയാണ് എൻടോർക്ക് 125 XP എന്ന് പറയുന്ന ഈ എക്സ്ട്രാ പവർ മോഡൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇരുന്ന് നോക്കാം, നമ്മൾ സീറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാം. ഇതിപ്പോൾ ഒരു ഏകദേശം 5 അടി 4 ഇഞ്ചോളം പൊക്കമുള്ള ഒരാളാണെങ്കിൽ പുള്ളിക്കും സുഖമായിട്ട് കാൽ താഴെ എത്തുന്നുണ്ട്, നന്നായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 1.30 താഴെയാണ് പ്രൈസ് വരുന്നത്. നമുക്കൊരു 12,000 രൂപയ്ക്ക് വണ്ടി സുഖമായിട്ട് റോഡിൽ ഇറക്കാവുന്നതാണ്. ഒരു 5,000-6,000 റേഞ്ച് ആയിരിക്കും EMI ഡീറ്റെയിൽസ് വരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.